മഹി വേണ്ട. എല്ലാരോടും കൂടിയാ പറയുന്നത്. ഇനി ഒരു നിമിഷം ഇവിടെ നിന്നാ നിങ്ങൾ എല്ലാവരും ഈ മഹി ആരാണെന്ന് തിരിച്ചറിയും. ഇറങ്ങി പോവാൻ. പൂജ തടസ്സപ്പെടുത്തരുതെന്ന് മുന്നേ ഞാൻ പറഞ്ഞതാ. രക്ഷപ്പെട്ടല്ലേ നീ. എന്താ എനിക്ക് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. മാളുനോടൊപ്പം ഉറങ്ങാൻ കിടന്ന മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അവരെ കൊറേ തല്ലി. ഞാനത് തടയാൻ ചെന്നപ്പോ ഈ മുറിയിൽ കൊണ്ടുവന്നെ പൂട്ടിയിട്ടു. ഞാൻ എയർപോർട്ടിൽ എത്താറായപ്പോ മാളുവിനെ ഫോൺ ചെയ്ത് വിവരം പറഞ്ഞു. രക്ഷപ്പെട്ടല്ലേ. എന്റെ മോൾക്ക് വേണ്ടി നീ ഇവിടെ നിന്ന് എന്തൊക്കെയാ സഹിക്കുന്നത് കഞ്ഞെ? അതൊന്നും സാരില്ല മഹേട്ടാ. മാളുവിനും മഹേട്ടനും വേണ്ടിയാ ഞാൻ ജീവിക്കുന്ന തന്നെ. അല്ല, ഇവരെന്തിനാ ഗംഗ ഇങ്ങനെ ഉപദ്രവിച്ചെന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും വേണ്ടി ഞാൻ ഗംഗയോട് മാപ്പി ചോദിക്കുന്നു. വേണ്ട മഹേട്ടാ, മഹേട്ടൻ ഇങ്ങനൊന്നും എന്നോട് പറയരുത്. ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ പോലും മഹേട്ടൻ എന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്നെ അവർ തല്ലിച്ചതയ്ക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാ. അതുവരെ അവര് നിന്നെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഊഹിക്കാവുന്നതുള്ളൂ. ഇല്ല മഹേട്ടാ, എനിക്ക് ആ സമയത്ത് നടന്നൊന്നും ഓർമ്മയില്ല. അതുകൊണ്ട് ഞാൻ അനുഭവിച്ച വേദന എന്റെ മനസ്സിലില്ല. അതെല്ലാം ഗംഗയുടെ ശ്രീമഹേശ്വരൻ ഗംഗയെ രക്ഷിച്ചതാവും. എന്നെ എപ്പോഴും രക്ഷിക്കുന്ന എന്റെ ശ്രീമഹേശ്വരൻ ഇപ്പൊ എന്റെ മുന്നിൽ തന്നെയുണ്ട്. എന്റെ മഹേട്ടൻ തന്നെയാ എന്റെ ശ്രീമഹേശ്വരൻ. രണ്ടുപേരും ഉറങ്ങിക്കോ. ഇനി നിങ്ങൾ ആരും ഉപദ്രവിക്കില്ല. ഇന്ന് നിങ്ങൾ എല്ലാവരും ചേർന്ന് രക്ഷിച്ചത് എന്നെയാ. കൃത്യസമയത്ത് മഹിയേട്ടൻ എത്തിയില്ലായിരുന്നെങ്കിൽ അവരെന്നെ ഈ ലോകത്ത് നിന്നേ പറഞ്ഞയച്ചേനെ. എന്റെ മോളെയും മഹിയേട്ടനെയും സുരക്ഷിതമായി ഗംഗയെ ഏൽപ്പിക്കാതെ എനിക്ക് ഈ ലോകത്ത് നിന്നും പോകാനാവില്ല. നിങ്ങൾക്ക് കാവലായി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ ധൈര്യമായിട്ട് ഉറങ്ങിക്കോ. അവര്
മോളെ എന്തേലും ചെയ്തോ? ഇല്ല ഗംഗേ, ഞാൻ ഗംഗെ തല്ലരുതെന്ന് പറഞ്ഞപ്പോ അച്ഛമ്മ എന്നെ ഈ മുറിയിൽ കൊണ്ടുവന്നിട്ട് എന്നെ പൂട്ടിയിട്ടു. അയ്യോ, സാരല്ല കേട്ടോ. ഉമ്മ. ഇനിയിപ്പോ നമുക്ക് ഉറങ്ങാം. ഉം. ഇത്തവണ ഗൗരിയുടെ ശല്യം തീരുമെന്ന് ഉറപ്പിച്ചതായിരുന്നു. ഗുരുവമ്മയത് ഉറപ്പ് തന്നതാ. അവസാന സമയത്ത് മഹി ഇങ്ങനെ കയറി വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആ ഗംഗയെ തല്ലിയതാ ആകെ പ്രശ്നമായത്. അതുകൊണ്ടാ മാള് വഴക്കുണ്ടാക്കിയതും മഹേട്ടിനെ വിളിച്ച് പറഞ്ഞതും. ഗംഗയുടെ ദേഹത്ത് ബാധ കയറിയ പിന്നെ അതിനെ ഒഴിപ്പിക്കാൻ ഗംഗയെ പിടിച്ചിരുത്തി ഉപദേശിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? ചൂരൽ കൊണ്ട് അടിച്ചല്ലേ പറ്റൂ. എന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? അതിന് പ്രയോജനം ഉണ്ടാവാൻ സമ്മതിച്ചില്ലല്ലോ. ഗുരുവമ്മ കൊണ്ടുവന്ന ആ മൺപാവയിലേക്ക് ഗൗരിയെ ആവാഹിച്ചിരുന്നെങ്കിൽ ഇതോടെ അവളുടെ ശല്യം തീർന്നേനെ. അമ്മ അന്ന് പറഞ്ഞതെല്ലാം സത്യമാണോന്ന് എനിക്കിപ്പൊ തോന്നുന്നുണ്ട്. ഗംഗയും ഗൗരിയും തമ്മിലുള്ള പരസ്പര സഹായത്തിന്റെ കാര്യമല്ലേ? അതെ. ഇനി ഗംഗ ഗൗരിയുടെ ആത്മാവിനെ വരുതിയിലാക്കിയിട്ടുണ്ടോന്നും പറയാൻ പറ്റില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും മോളെ? എങ്ങനെ ഇതിനൊരു അവസാനം കാണുക? എനിക്കറിയില്ലമ്മേ. ഗൗരിയുടെ ആത്മാവിനെ നശിപ്പിക്കാതെ ഞാൻ മഹേട്ടനെ കല്യാണം കഴിക്കുന്നത് സ്വപ്നം പോലും കണ്ടിട്ട് കാര്യമില്ലെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഗംഗ ഇനി അധികകാലം ഇവിടെ ഉണ്ടാവില്ലല്ലോ. അവളെ നകുല് കൊണ്ടുപോയി കഴിഞ്ഞാ അതോടെ ഗൗരിക്ക് ഗംഗ വഴിയുള്ള സഹായങ്ങൾ ഇല്ലാതാവില്ലേ? ആ സമയത്ത് ഇനി ഗൗരിയെ ഒതുക്കുന്നതാവും നല്ലത്. അതിലും കുറച്ച് പ്രശ്നങ്ങളുണ്ടമ്മേ. അതിലെന്താ ഇനി പ്രശ്നം? ഗൗരി നകുലിനെ നോട്ടിട്ടിട്ടുണ്ട്. അവള് നകുലിനെ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നകുല് നമ്മുടെ ആരാണെന്നും ഗംഗയെ ഉപദ്രവിക്കുമെന്നും ഗൗരിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് നിനക്കെങ്ങനെ അറിയാം? കഴിഞ്ഞ ദിവസം രാത്രി അയ്യോ, അങ്ങനെയൊക്കെ സംഭവിച്ചോ? അപ്പൊ ഇനി അതും നടക്കില്ല. നകുൽ ഇനി പേടിച്ചിട്ട് ഈ വഴിക്ക് വരില്ല. നകുലിന് അങ്ങനെ സംഭവിച്ച എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തോ ഒരു സ്വപ്നം കണ്ടതായിരിക്കും പറഞ്ഞ് ഞാൻ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും നകുലിനെ ഗൗരി നോട്ടം ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്ലാൻ ഇനി നടക്കാൻ സാധ്യതയില്ല. നമ്മളിനി ഈ വീട്ടിൽ നിന്ന് പോകേണ്ടി വരുമല്ലേ മോളെ? അങ്ങനെ പോകേണ്ടി വന്നാ നമ്മൾ എങ്ങനെ ജീവിക്കും? എല്ലാം കൂടി ഓർത്തിട്ട് എന്റെ കൈയും കാലും തളരുന്നു. എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടതാ. കൈലാസം വീട്ടിലൊരു രാജ്ഞിയായി വാഴാമെന്നൊക്കെ കരുതിയിട്ട് അവസാനം ഈ വീട്ടിലൊരു വേലക്കാരിയെ പോലെ ജീവിക്കേണ്ടി വരുമോ? നീ എന്താ മോളെ ഒന്നും മിണ്ടാതിരിക്കുന്നേ? എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറ. ഞാൻ എന്തു പറയാനാ അമ്മ പറയുന്നേ? ആലോചിച്ചിട്ട് ഒരു അന്തവും കുന്തവും ഇല്ലാതിരിക്കുവോ ഞാനിപ്പോ? എന്നെ നീ വാ, നമുക്ക് നാത്തൂനോട് ചോദിക്കാം. നാത്തൂൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാതിരിക്കില്ല.
ശ്രേയ ദേ നാത്തൂൻ കിളി പോയി വരിക നടക്കുന്ന പോലെ നടക്കുന്നു. അമ്മ ആന്റിയോട് പോയി കാര്യം പറയും. നാത്തൂനെ, നമ്മളിതിപ്പോ എത്ര പ്രാവശ്യമായി ഗൗരിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവള് നശിക്കുന്നുമില്ല, നമുക്ക് നല്ല പണി കിട്ടുന്നുണ്ട്. ഇങ്ങനെ പോയ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? നിങ്ങൾ അകത്തേക്ക് പോ. എനിക്കകം ഭ്രാന്ത് പിടിച്ചിരിക്ക. ഇപ്പൊ ഒന്നും സംസാരിക്കണ്ട. അല്ല ആന്റി, നമ്മളിതിങ്ങനെ വിട്ടാ നിന്നോടൊക്കെ പോവാനല്ലേ പറഞ്ഞത്? പോകാൻ പറഞ്ഞ പോണം. അല്ലാതെ പിന്നെയും പിന്നെയും ഓരോന്ന് പറഞ്ഞ് മനുഷ്യന്റെ സ്വൈര്യം കെടുത്തല്ല വേണ്ടത്. ഇറങ്ങി പോവാൻ. ഇവർക്കെന്താ ഭ്രാന്തായോ? ഇവരെന്തിനാ നമ്മളോട് ദേഷ്യപ്പെടുന്നേ? പൂജ തീർന്നപ്പോ ആ ഗൗരിയുടെ പ്രേതം ഇവരുടെ ദേഹത്താണെന്ന് തോന്നുന്നു കയറിയത്. ആയിരിക്കും. എന്റെ ദൈവമേ, ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? അല്ലലില്ലാതെ ജീവിക്കാനുള്ള ഒരു വഴി കാണിച്ചു തരണേ. അങ്ങനെ ഒരുത്തർക്കും തോൽപ്പിക്കാൻ പാകത്തിന് നമ്മൾ നിന്ന് കൊടുക്കില്ലമ്മേ. നമ്മൾ തിരിച്ചു വരും. അതിനുള്ള വഴി നമ്മൾ കണ്ടെത്തിയിരിക്കും. അമ്മയുടെ നാത്തൂ മുറിയിലുണ്ട്. വലിയ സങ്കടത്തിലാ. എങ്ങനെ സങ്കടപ്പെടാതിരിക്കും? അത്തരം കാര്യങ്ങളല്ലേ മഹിയേട്ടൻ ചെയ്തത്. ഞാൻ ചെയ്താൽ എന്താ തെറ്റ്? നിനക്ക് എങ്ങനെയാ മഹി ഇങ്ങനെ ചോദിക്കാൻ സാധിക്കുന്നേ? മഹി എതിർത്ത് സംസാരിച്ച അത് പാവം നാത്തൂനെ സഹിക്കില്ല. എങ്ങനെ സഹിക്കും? അതുപോലെയല്ലേ നാത്തു മഹിയെ വളർത്തിയത്. എന്നിട്ടും എല്ലാം ഒരു നിമിഷം കൊണ്ട് മറന്നതുപോലെയല്ലേ മഹി പെരുമാറിയത്. തെറ്റ് ആര് ചെയ്താലും ഞാൻ തെറ്റാണെന്ന് തന്നെ പറയും. നിങ്ങളെല്ലാം കൂടി ഗംഗയെ അതുപോലെ ഉപദ്രവിച്ചിട്ടുണ്ട്. അവക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? മഹിയേട്ടൻ എന്താ ഈ പറയുന്നേ? ഗംഗയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ ആന്റി ഈ പൂജ നടത്തിയത്. എന്ത് നന്മ? ഒരാളെ തല്ലിക്കൊല്ലാൻ നോക്കുന്നാണോ നന്മ? അങ്ങനെയല്ല മഹി. ഗംഗയുടെ നകുലിന്റെ വിവാഹം യാതൊരു തടസ്സവും കൂടാതെ നടക്കാൻ വേണ്ടി പൂജ നടത്തിയതാ. പക്ഷെ പൂജയുടെ സമയത്ത് ഗംഗ ആകെ മാറി. ബാധ കൂടിയതുപോലെ അവള് പെരുമാറിയ കണ്ടു നിന്ന ഞങ്ങളെല്ലാം പേടിച്ചുപോയി. അല്ലേ ശ്രേയ? അതെ അതെ, ഒരുമാതിരി നാഗവല്ലി പോലെ അവള് കാണിക്കുന്ന കണ്ടപ്പോ നെഞ്ചു തകർന്നു പോയി. മണിച്ചിത്രത്താഴും മഹിയും കണ്ടിട്ടുള്ളതല്ലേ? അതുപോലെയൊക്കെയാ അവളും ചെയ്തത്. അതിൽ നിന്ന് അവളെ രക്ഷിക്കാൻ നോക്കിയപ്പോഴാ മഹി കയറി വന്നത്. വന്ന വഴി ഒന്നും അറിയാതെ പാവ ആന്റിയെ മഹിയേട്ടൻ വഴക്കു പറഞ്ഞില്ലേ? അതും ഇന്നലെ കയറി വന്ന ഗംഗയ്ക്ക് വേണ്ടിയിട്ട്. ഗംഗ ഇന്നലെ കയറി വന്ന ആളാണെന്ന് ശ്രേയോട് ആരാ പറഞ്ഞത്? നിങ്ങൾ എല്ലാവർക്കും മുമ്പേ അവളാ എനിക്കൊപ്പം ഉണ്ടായിരുന്നത്. ഇപ്പൊ ഈ വീട്ടിൽ വന്ന് നിന്ന് എല്ലാം സഹിക്കുന്നതും എനിക്കും എന്റെ മോൾക്കും വേണ്ടി തന്നെയാ. അപ്പൊ അവൾക്ക് വേദനിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്കാവില്ല. അതിന് അവളെ ആരും വേദനിപ്പിച്ചതല്ലോ, അവളെ സഹായിക്കാനല്ലേ നോക്കിയത്. മഹിക്കറിയാലോ ഗംഗയുടെ എന്ത് ആത്മാർത്ഥതയാ നാത്തൂൻ കാണിക്കുന്നെന്ന്. അവളുടെ വിവാഹത്തിന് വേണ്ട ആഭരണങ്ങളെല്ലാം നാത്തൂൻ ഇപ്പോഴേ ഏൽപ്പിച്ചു കഴിഞ്ഞു. അതെ മഹിയേട്ടാ, ആന്റിക്ക് ശരിക്കും നല്ല വിഷമമുണ്ട്. മഹിയേട്ടനൊന്ന് ചെന്ന് കണ്ട് ആശ്വസിപ്പിക്ക. അല്ലെങ്കിൽ ഈശ്വരന്മാര് പോലും മഹിയേട്ടനോട് പൊറുക്കില്ല. നിങ്ങളിപ്പോ ഈ പറഞ്ഞ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു കുറ്റബോധവും ഇല്ല. പിന്നെ ആരെങ്കിലും തെറ്റ് ചെയ്യുന്നത് കണ്ടാ ഞാനത് പറയും. അതൊരിക്കലും മുഖം നോക്കിയൊന്നുമല്ല. അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായെന്ന് കരുതി എനിക്ക് അമ്മയോടുള്ള സ്നേഹത്തിനും അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹത്തിനും യാതൊരു കുറവും വരാൻ പോകുന്നില്ല. അതൊക്കെ ശരിയാ. മഹിയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോ അതൊക്കെ ശരിയായിട്ട് തോന്നും. പക്ഷെ മഹി നാത്തൂന്റെ മാനസികാവസ്ഥ കൂടി ഒന്ന് ഓർക്കണം. ആ പാവം നെഞ്ചു തകർന്ന് അവിടെ നിൽക്കുന്നേ. അതെ, ആന്റിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് സഹിക്കാൻ പറ്റിയില്ല. രേഷ്മയോ രാഹുലോ ആണ് നിന്റെ സ്ഥാനത്തെങ്കിൽ നാത്തൂന് ഇത്രയും സങ്കടം തോന്നില്ലായിരുന്നു. ഇത് മഹിയായി പോയില്ലേ? അതൊന്നുമല്ല മഹി എന്റെ പേടി. സങ്കടം സഹിക്കാൻ വയ്യാതെ നാത്തൂൻ ഇനി വല്ല കടുങ്കയും ചെയ്യുവെന്നാ.
നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? നാത്തൂന്റെ മുഖഭാവം കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഒരു പേടിയുണ്ട്. മഹേട്ടൻ ഒന്നങ്ങോട്ട് ചെല്ല്, ചെന്ന് ആന്റിയെ സമാധാനിപ്പിക്ക്. ആന്റിയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എന്തെങ്കിലും മഹേട്ടന്റെ ഭാഗത്തുനിന്നുണ്ടായ ഈശ്വരന്മാര് പോലും മഹേട്ടനോട് ക്ഷമിക്കില്ല. ചെല്ലു മഹി, നിന്നെ പ്രസവിച്ചതല്ലെങ്കിൽ നിന്റെ അമ്മയാത്. ആ അമ്മയുടെ മുന്നിലൊന്ന് താണതുകൊണ്ട് നിനക്ക് ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. എനിക്കതിന് അമ്മയോട് സംസാരിക്കുന്നതിനോ അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയുന്നതിനോ മടിയുണ്ടെന്ന് ആരാ പറഞ്ഞത്? എങ്കി പിന്നെ ചെല്ല്, ചെന്ന് നാത്തൂനെ സമാധാനിപ്പിക്കും. പിന്നെ മഹേട്ടൻ ഒരു കാര്യം കൂടെ ഓർക്കണം. നാളെ നകുലുമായുള്ള വിവാഹം കഴിഞ്ഞാ ഗംഗ ഈ വീട് വിട്ടു പോവും. പിന്നെ ഗംഗയ്ക്ക് മേൽ നമുക്ക് യാതൊരു അവകാശവും ഉണ്ടാവില്ല. അപ്പോഴും എന്നും മഹേട്ടനും മാളൂനും ഒപ്പം ഉണ്ടാവേണ്ടത് ഞാനും ആന്റിയൊക്കെ തന്നെയാ. ആ, നീ വാ മോളെ. നമ്മള് പറയാനുള്ളതൊക്കെ പറഞ്ഞില്ലേ? ഇനിയൊക്കെ മഹി ഇഷ്ടം പോലെ ചെയ്യട്ടെ. വിവരവും പക്വതയൊക്കെ നന്നായിട്ടുള്ള ആളല്ലേ മഹി. ആലോചിച്ച് വേണ്ടത് ചെയ്യാൻ മഹിക്കറിയാം. അതെ, എന്തായാലും മഹേട്ടന്റെ ഇഷ്ടം പോലെ ചെയ്തോ. നമ്മള് പറഞ്ഞത് ഏറ്റു. അതെ അതെ, ആന്റിയുടെ അടുത്തേക്കുള്ള പോക്ക. അതല്ലടി മോളെ, നാത്തും ഭ്രാന്തി കയറി നിൽക്കുക. ഇനി മഹി അങ്ങോട്ട് ചെല്ലുമ്പോ എന്താകുമോ എന്തോ. അവരായി അവരുടെ പാടായി. അമ്മ വാ. എടി ഗൗരി, ഇതെല്ലാം നിന്റെ കളികളാണെന്ന് എനിക്കറിയാം. നീയാ എങ്ങി രക്ഷിക്കാൻ ഓരോന്ന് ചെയ്യുന്നത്. നിന്റെ ഒരു ഉദ്ദേശത്തോടെ നടക്കാൻ പോകുന്നില്ല. അത് സമ്മതിച്ചു തരില്ല ഞാൻ. ഇത് നിങ്ങളുടെ തോൽവിയുടെ തുടക്കം മാത്ര. നീ മുറിയിൽ തന്നെയുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ എന്തൊക്കെ ഭ്രാന്ത് കാണിച്ചാലും ഗംഗയെ ഒന്നും ചെയ്യാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. അവൾ എനിക്ക് അത്ര പ്രിയപ്പെട്ടവളാ. നീ എന്താ വിചാരിച്ച ഗൗരി? എങ്ങയിലൂടെ മഹിയെ നേടാന്നോ? അവന്റെ ഭാവി നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ കൈലാസത്തിന്റെ സർവാധികാരി ഞാനാ. അതിനൊരു മാറ്റം ഉണ്ടാവില്ല. ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് നിന്നെ ബന്ധിക്കണം. അത് ഞാൻ ഉടനെ ചെയ്തിരിക്കും. പിന്നെ എനിക്ക് വീട്ടിലോ മഹിയുടെ ജീവിതത്തിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല. മരണപ്പെട്ട ആത്മാക്കളുടെ ലോകം ഭൂമിയല്ല, പരലോക. അവിടെയാ നിന്റെ സ്ഥാനം. ഈ ഭൂമിയിൽ നിന്നും നീ എന്നേക്കുമായി ഒഴിഞ്ഞു പോവാൻ തന്നെ വേണം. അയ്യോ മഹി, മോനെ, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? അമ്മയ്ക്കിത് എന്താ പറ്റിയത്? എന്തൊക്കെയായി കാണിച്ചു വെച്ചിരിക്കുന്നത്? ആരോടെ ഈ ദേഷ്യപ്പെട്ടത്? അത് പിന്നെ എന്നോട് തന്നെയാ എനിക്ക് ദേഷ്യം. ഞാൻ എന്ത് ചെയ്താലും അതിൽ നന്മ മാത്രം കാണുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരു മകൻ എനിക്കുണ്ടായിരുന്നു. ആ മകനെ, എന്റെ മഹിയെ എനിക്ക് നഷ്ടമായി. അമ്മ എന്തിനിങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞാൻ അമ്മയുടെ ആ മഹി തന്നെയാ. പിന്നെ തെറ്റ് ആര് ചെയ്താലും അത് പറയുന്നതിൽ എന്താ തെറ്റ്? എല്ലാവരുടെയും നന്മ കരുതിയ ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. പക്ഷേ എന്താ അമ്മയത്? നമ്മളിത് ഏത് നൂറ്റാണ്ടിലായി ജീവിക്കുന്നത്? ഇന്ന് ആരെങ്കിലും ഇങ്ങനെയുള്ള പൂജയിലൊക്കെ വിശ്വസിക്കൂ? ഓരോരുത്തരും അവരവരുടെ ലാഭത്തിന് വേണ്ടി ഓരോന്ന് ചെയ്യും. അതില് അമ്മയും പോയി പെട്ടല്ലോ. ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ? മോനെ മഹി, നിനക്ക് വേണ്ടി ഈ അമ്മ എന്തും ചെയ്യും. അവിടെ ലോജിക്കൊന്നും ഞാൻ നോക്കില്ല. ഏത് വഴിയിലും നിനക്ക് നന്മയുണ്ടാവണം. ആ ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ.
അതിനു വേണ്ടിയാ ഈ പൂജയും വഴിപാടൊക്കെ നടത്തിയത്. അമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹവും കരുതലും എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അമ്മയുടെ ആ സ്നേഹം പലരും മുതലെടുക്കുന്നുണ്ട്. അമ്മയെപ്പോലുള്ള ആൾക്കാരെ മുതലെടുത്ത് ജീവിക്കുന്ന ഒരുപാട് കപട സന്യാസികളും മാന്ത്രികരുമൊക്കെ ഉള്ള കാലമാണിത്. ഓരോ ദിവസവും എത്ര നരഹത്യകളും മറ്റുമാണ് നടക്കുന്നത്. ഇത്രയും വിവരവും അറിവുള്ള അമ്മ അതിലൊക്കെ ചെന്ന് ചാടുന്നത് എനിക്ക് വിഷമം ഉണ്ടാക്കുന്നത്. ഒരമ്മയുടെ മാനസികാവസ്ഥ നിനക്ക് മനസ്സിലാവില്ല മഹി. നിന്റെ ഭാവി സുരക്ഷിതാക്കണം. അതിന് ഈ പൂജ നന്നായിരിക്കും കേട്ടപ്പോ ചെയ്തു പോയത്. പിന്നെ ഗംഗ അവളുടെ ഭാവിയെ കൂടി കരുതിയ ഞാനിതെല്ലാം ചെയ്യാൻ സമ്മതിച്ചത്. ഒരാളെ തല്ലി കൊല്ലുന്നതാണോ അവരുടെ നന്മ? ഞാൻ അപ്പൊ വന്നില്ലായിരുന്നെങ്കിൽ എല്ലാവരും കൂടി ആ പാവത്തിനെ കൊല്ലില്ലായിരുന്നോ? അങ്ങനെയല്ല മഹി. അപ്പോഴത്തെ ഗംഗയുടെ പ്രവൃത്തികളൊന്നും നീ കാണാഞ്ഞിട്ട. അത് ഗംഗയായിരുന്നില്ല. അതാ ആ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി അവളെ തല്ലിയത്. എനിക്ക് ഈ പറഞ്ഞതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഗംഗ ഒരു പാവ, എന്റെ കൈവിരലിൽ തൂങ്ങി നടന്നു വളർന്ന കുട്ടിയാ. എനിക്ക് വേണ്ടിയാ അവൾ ഇവിടെ വന്ന് നിന്ന് ഇതൊക്കെ സഹിക്കുന്നത്. ആ അവളെ ഒന്നിന്റെ പേരിലും വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല.